അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നേച്ചർ ക്രേസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് പാൽ കൊണ്ട് എങ്ങനെ നമുക്ക് മോര്, വെണ്ണ, നെയ്യ് എന്നിവ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും എൻ്റെ ഒരു മെത്തേഡാണ് ഞാൻ ഈ ചാനലിലൂടെ കാണിക്കുന്നത്. നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച പാലിലെ പാട നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. ഒരു മാസമായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാൽപ്പാടയാണ് ഇതെല്ലാം. ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇനി നമ്മുടെ മോരും വെണ്ണയും നെയ്യും എല്ലാം ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് അതിൽ നിന്ന് കുറച്ച് പാടെടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ഐസിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തണുത്ത വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി അടിച്ചെടുക്കണം. ഒരു 3 മിനിറ്റ് ഇത് നന്നായിട്ട് അടിക്കണം. അപ്പോഴാണ് അതിൻ്റെ നെയ്യെല്ലാം പൊന്തി വരിക കേട്ടോ. അപ്പോൾ ആ തണുപ്പിൽ നെയ്യെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് കിട്ടും. ഇതാ കണ്ടോ, നെയ്യെല്ലാം നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഐസ് വാട്ടറിലേക്ക് ഇതിനെ മാറ്റാം. കണ്ടോ, നെയ്യെല്ലാം നന്നായി സെപ്പറേറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബട്ടർ മിൽക്ക് മോരാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് പകർത്താം. ഇതാ നമുക്ക് വെണ്ണ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബട്ടർ മിൽക്കും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബട്ടർ മിൽക്കിനെ നമ്മൾ 24 മണിക്കൂർ അടച്ചു വെച്ച് പുറത്ത് സൂക്ഷിക്കാം. നല്ല കട്ടിയുള്ള മോരാണ് കേട്ടോ നമുക്കിതിൽ നിന്ന് കിട്ടുക. ഇനി നമുക്ക് ഈ വെണ്ണയിൽ നിന്ന് എങ്ങനെ നെയ്യ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിനായിട്ട് ഈ വെണ്ണ നന്നായിട്ട് കഴുകണം. നല്ല 2-3 പ്രാവശ്യം കഴുകി വെള്ളം തെളിയുന്നത് വരെ നന്നായി കഴുകിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെണ്ണ നന്നായിട്ട് കഴുകി വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെണ്ണ മാറ്റി വയ്ക്കാം. ഞാൻ കൂടുതലും വെണ്ണയ്ക്ക് പകരം നെയ്യാണ് കൂടുതൽ സൂക്ഷിക്കാറ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനായിട്ട് നമ്മൾ നെയ്യ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒന്ന് ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് വെണ്ണ ഇട്ട് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് നമുക്ക് ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് നമുക്കിത് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിത് നന്നായി വെണ്ണ ഉരുകുന്ന വരെ നമുക്ക്
ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കത്തിക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ണയെല്ലാം നന്നായി ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഈ മേലെ കാണുന്ന വേസ്റ്റെല്ലാം നീങ്ങി നെയ്യ് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇത് ഫ്ലെയിമിൽ വയ്ക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ നെയ്യെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വേസ്റ്റെല്ലാം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് അടുപ്പിൽ തന്നെ വയ്ക്കാം. ഇപ്പം നമ്മുടെ നെയ്യ് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. കണ്ടോ, ഇത്രയും ശുദ്ധമായിട്ടുള്ള നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.